വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദുബായ് വിമാനത്താവളത്തിലെത്തുക 37 ലക്ഷം യാത്രക്കാർ. പ്രതിദിനം ശരാശരി 2.25 ലക്ഷത്തോളം യാത്രക്കാർ ഇവിടെ എത്തുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. വേനലവധി കാലത്തിനു ശേഷം തിരിച്ചെത്തുന്ന പ്രവാസികളും താമസക്കാരുമായ ലക്ഷക്കണക്കിന് ആളുകളെ വരവേൽക്കാൻ വിമാനത്താവളത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഏകദേശം 37 ലക്ഷം യാത്രക്കാരെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങിത്തുടങ്ങും. ഓഗസ്റ്റ് 31-നാണ് യുഎയിലെ സ്കൂളുകൾ വേനൽ അവധി കഴിഞ്ഞ് തുറക്കുന്നത്. വരുന്നവരിൽ ഏകദേശം 46% പേർ ദുബായ് വഴി മറ്റു സ്ഥലങ്ങളിലേക്ക് കണക്ടിംഗ് സർവീസ് ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാരായിരിക്കുമെന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി. ആളുകളുടെ വലിയ തോതിലുള്ള ഒഴുക്ക് നിയന്ത്രിക്കാനും സർവീസുകൾ തടസ്സമില്ലാതെ തത്സമയം ഏകോപിപ്പിക്കാനുമായി എയർപോർട്ട് ടീമുകൾ 24 മണിക്കൂറും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ലഗേജ് വിതരണം, എമിഗ്രേഷൻ നടപടികൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ സുഗമമാക്കാൻ വൻ തയ്യാറെടുപ്പുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ഓപ്പറേഷൻ മാറ്റങ്ങൾ ഉണ്ടായാൽ ഉടൻ പ്രതികരിക്കാൻ പ്രത്യേക സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്നതിലുപരി എത്തുന്ന ഓരോ യാത്രക്കാരനും സുഗമവും മികച്ചതുമായ യാത്രാനുഭവം ഉറപ്പാക്കാനാണ് വിമാനത്താവള അധികൃതർ മുൻഗണന നൽകുന്നത്. ബാഗേജ് ക്ലെയിം കൗണ്ടറുകളിലും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.